കരുനാഗപ്പള്ളി നഗരസഭയിൽ അമൃത് ട്യൂബ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ആരംഭിച്ചു. കന്നേറ്റി പാലത്തിന് സമീപം മുതലാണ് പൈപ്പ് ലൈൻ ഇടുന്ന ജോലികൾ ആരംഭിച്ചത്. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൽ നിന്നുമാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക. കരുനാഗപ്പള്ളി നഗരസഭയിലാണ് അമൃത് ട്യൂബ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ആരംഭിച്ചത്. കന്നേറ്റി പാലത്തിന് സമീപത്തു നിന്നുമാണ് പൈപ്പിടൽ ജോലികൾ ആരംഭിച്ചത്. നിയുക്ത MLA CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിലെ വെള്ളം നിലവിലെ പൈപ്പ് ലൈൻ വഴി ചവറ കോലത്ത് ജംഗ്ഷനിലെത്തിച്ച് അവിടെ നിന്നും താച്ചയിൽ മുക്കിലെ ഉപരിതല ജലസംഭരണിയിലെത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഇതിനായി കോലത്ത് ജംഗ്ഷൻ മുതൽ താച്ചയിൽ മുക്ക് വരെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തു കൂടി വടക്കോട്ട് ലാലാജി ജംഗ്ഷൻ വരെയും അവിടെ നിന്ന് പടിഞ്ഞാറേക്ക് തറയിൽ ജംഗ്ഷൻ, ചക്കാലിയിൽ ജംഗ്ഷൻ വഴി താച്ചയിൽ ജംഗ്ഷനിലെ കിഴക്കേ ജലസംഭരണിയിൽ വെള്ളം എത്തിക്കും. ഈ ജലസംഭരണിയിൽ നിന്നാണ് നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം വിതരണം ചെയ്യുക. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ നഗരസഭയുടെ എല്ലാ പ്രദേശത്തെയും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും. ദേശീയപാത അധികൃതർ, കരാറുകാരായ വിശ്വസമുദ്ര കമ്പനി, ജലവിഭവ വകുപ്പ്, KSEB, നഗരസഭ എന്നിവർ ചേർന്ന് നടത്തിയ സ്ഥലപരിശോധനയിൽ കണ്ടെത്തിയ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ട ശേഷമാണ് പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ ആരംഭിച്ചത്. അമൃത് ട്യൂബ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത്. താച്ചയിൽ മുക്കിലെ ഉപരിതല ജലസംഭരണിയിൽ നിന്ന് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭയുടെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. തീരദേശ മേഖലയിലാണ് ഏറ്റവും ദുരിതം. പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ പലതും തകരാറിലായി. കിണറുകളിൽ ഓരുവെള്ളമാണ് ലഭിക്കുന്നത്. ഓച്ചിറ കുടിവെള്ള പദ്ധതിയാണ് പ്രദേശവാസികളുടെ പ്രധാന ആശ്രയം. എന്നാൽ വളരെ കുറച്ചു ഭാഗത്തു മാത്രമാണ് ഓച്ചിറ പദ്ധതിയിൽ നിന്നുള്ള വെള്ളം ലഭിക്കുന്നത്, അതും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം. ഈ സാഹചര്യത്തിലാണ് കരുനാഗപ്പള്ളിക്കായി പ്രത്യേക കുടിവെള്ള പദ്ധതി എന്ന ആവശ്യം ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.